നമസ്കാരം. ഓം നമ ശിവായ. മാർച്ച് 29 ശനി മീനം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. ശനി കുംഭത്തിൽ നിന്നും മീനത്തിലേക്ക് പ്രവേശിക്കുന്നതോടെ പല രാശികളുടെയും തലവര തന്നെ മാറിമറിയുകയാണ്. കാരണം കർമ്മത്തിൻ്റെ ദേവനായാണ് ശനി അറിയപ്പെടുന്നത്. അതിനാൽ ശനിയിലെ ഈ രാശിമാറ്റം പലതരത്തിലുള്ള മാറ്റങ്ങളായിരിക്കും ഓരോ രാശികളിലും കൊണ്ടുവരുന്നത്. ചില രാശിക്കാരിൽ കഷ്ടതകൾ അകറ്റാൻ ശനിക്ക് സാധിക്കുന്നതാണ് എന്നതാണ് ഏറെ പ്രത്യേകത. അത്തരത്തിൽ ശനി രാശി മാറുന്നതോടുകൂടി ഏപ്രിൽ മാസം മുതൽ ചില രാശിക്കാരുടെ ദുരിതങ്ങൾ അവസാനിക്കുകയാണ്. ഈ രാശിക്കാർ ഏതെല്ലാമാണ് എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. ആദ്യത്തെ രാശി തുലാം രാശിയാണ്. തുലാം രാശിയുടെ 6ാം ഭാവത്തിലാണ് ശനിയുടെ ഉദയം ഉണ്ടാകുന്നത്. അതിനാൽ തുലാം രാശിക്കാർക്ക് നേട്ടങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ് എന്നതാണ് പ്രത്യേകത. ഇവരിൽ നിന്നും സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ അകലുന്നതാണ്. കഷ്ടപ്പാടിന് ശരിയായ വിധത്തിൽ ബലം ലഭിക്കും. ജീവിതത്തിൽ ആഗ്രഹിച്ച രീതിയിൽ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ ഇവർക്ക് സാധിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഏറെ നാളായി എന്തെങ്കിലുമൊക്കെ ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, സ്ഥലം വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, വാഹനം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, അങ്ങനെ പല രീതിയിലുള്ള നേട്ടങ്ങൾ ഇവർക്ക് ലഭിക്കും. സൗഭാഗ്യങ്ങൾ ഇവരിൽ വർദ്ധിക്കുന്നതാണ്. മാനസിക വിഷമങ്ങളൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അതൊക്കെ മാറി സന്തോഷകരമായ ഒരു ജീവിത അന്തരീക്ഷം വന്നു ചേരും. ജീവിതത്തിൽ നേട്ടങ്ങൾ മാത്രം സ്വന്തമാക്കാൻ ഇവർക്ക് സാധിക്കും എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇവരുടെ വിഷമതകൾ മാറി സന്തോഷാന്തരീക്ഷം വരുന്നതോടുകൂടി സൗഭാഗ്യം വരുന്നു, സാമ്പത്തിക ലബ്ധി ഉണ്ടാകുന്നു. പല തീരുമാനങ്ങളും ശരിയായ വിധത്തിൽ ഇവരിൽ ബലം നൽകുന്നതായിരിക്കും. കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഇവരിൽ നിന്ന് അകലുന്നു. വിദേശവാസം ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ അതിനുള്ള സാധ്യത തെളിയുന്നു. ഏറെ നാളായി ജോലിയൊക്കെ മാറാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നല്ല ഓപ്ഷനുകൾ മുന്നിൽ വരുന്നതാണ്. അങ്ങനെ ഈ രാശിക്കാർക്ക് മൊത്തത്തിൽ ഗുണമാണ് ശനിയുടെ രാശിമാറ്റം നൽകുന്നത്. അടുത്ത രാശി മകരം രാശിയാണ്. മകരം രാശിയുടെ 8ാം ഭാവത്തിലാണ് ശനിയുടെ ഉദയം നടക്കുന്നത്. ശനി 8ാം ഭാവത്തിൽ ഉദിക്കുന്നതിനാൽ മകരം രാശിക്കാർക്ക് നിരവധി നേട്ടങ്ങളുണ്ട്. ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ വർദ്ധിക്കും. ഇവർക്ക് പ്രതീക്ഷിക്കാത്ത ഉറവിടങ്ങളിൽ നിന്നും സാമ്പത്തികമായി ഇവർക്ക് പല ഗുണങ്ങളും ലഭിക്കും. ആഗ്രഹിച്ച ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ ഇവർക്ക് കഴിയും. മാനസിക വിഷമങ്ങൾ മാറും. പ്രത്യേകിച്ച് മാതാപിതാക്കളൊക്കെ മക്കളുമായി തെറ്റിപ്പിരിഞ്ഞിരിക്കുകയാണെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ മാറി കൂടുതൽ മക്കളുമായി അടുക്കാൻ ഈ രാശിക്കാർക്ക് കഴിയുന്നു. കടബാധ്യതകൾ അനുഭവിച്ചു കൊണ്ടിരുന്ന ആളുകളാണെങ്കിൽ കടബാധ്യതകൾ മാറി സാമ്പത്തികമായ ഒരു സമാധാന അന്തരീക്ഷം ഇവർക്ക് ലഭിക്കും. കുടുംബത്തിൽ ദാമ്പത്യ ജീവിതത്തിലൊക്കെ വളരെ നല്ല ഫലങ്ങൾ ഉണ്ടാകും, നല്ല ഐക്യമുണ്ടാകും. കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കുകയും കുടുംബത്തിൽ ഐക്യമുണ്ടാവുകയും ഒക്കെ ചെയ്യും. കുടുംബാന്തരീക്ഷം മെച്ചപ്പെടും. ഓരോ ദിവസവും നേട്ടങ്ങൾ ഇവർക്ക് ലഭിക്കുന്നതായി തോന്നാം. മനസ്സിൽ നിശ്ചയിച്ച കാര്യങ്ങളൊക്കെ നന്നായി ചെയ്തു തീർക്കാൻ ഈ രാശിക്കാർക്ക് കഴിയും. അടുത്ത രാശി വൃശ്ചികം രാശിയാണ്. വൃശ്ചികം രാശിക്കാർക്കും സാമ്പത്തിക നേട്ടങ്ങൾ അനവധിയാണ് ശനിയുടെ രാശിമാറ്റത്തോടുകൂടി ഉണ്ടാകുന്നത്. ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ വർദ്ധിക്കുന്നു. ആഗ്രഹിച്ച കാര്യങ്ങൾ എല്ലാം ശരിയായ വിധത്തിൽ നേടിയെടുക്കാൻ കഴിയുന്നു. മാത്രവുമല്ല തൊഴിൽ രംഗത്ത് പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള ഉയർച്ച ഈ രാശിക്കാർക്ക് ഉണ്ടാകും. കഷ്ടപ്പാടുകളൊക്കെ മാറും. ഇവരെ സംബന്ധിച്ച് കുറച്ച് നാളുകളായി കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഒക്കെയാണ്. അതിൽ നിന്നൊക്കെ ഒരു മുക്തി കിട്ടും. അല്പം ആശ്വാസം ലഭിക്കുന്ന തരത്തിലേക്ക് ഇവർ പോകും. കടങ്ങളൊക്കെ വേഗത്തിൽ തീർപ്പാക്കാൻ ഇവർക്ക് കഴിയും. എത്ര പൈസ കിട്ടിയാലും കയ്യിൽ നിൽക്കാത്തൊരവസ്ഥയായിരുന്നു വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ച് ഇത്രയും നാളും. പക്ഷേ ഇനി അങ്ങ് പോകുമ്പോൾ കയ്യിൽ കുറച്ച് സമ്പാദ്യമൊക്കെ സ്വരുക്കൂട്ടി വെക്കാനുള്ള ഒരു അവസ്ഥ ഇവർക്ക് ഉണ്ടാകും. മാത്രമല്ല യാത്രകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പുതിയ സ്ഥലങ്ങളിലേക്ക് പോകാനും പുതിയ കുറേ പരിചയങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും ഒക്കെ കഴിയും.
ബിസിനസ് പരമായിട്ട് മുന്നേറുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ ബിസിനസ്സിൽ നിങ്ങൾക്ക് നഷ്ടങ്ങളുണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ മാറി നേട്ടങ്ങളുടെ ഒരു അവസ്ഥയിലേക്ക് പോകുന്നതായി കാണാം. അടുത്തത് ഇടവം രാശിയാണ്. ഇടവം രാശിക്കാരെ സംബന്ധിച്ചും ശനിയുടെ രാശി മാറ്റം നല്ല ഫലം തന്നെയാണ് നൽകുന്നത്. ഇവർ ഏറെ നാളായി അനുഭവിച്ച ദുരിതങ്ങൾക്കും പ്രശ്നങ്ങൾക്കുമൊക്കെ ഒരു പരിഹാരം ലഭിക്കുന്നു. ദുരിതങ്ങളൊക്കെ ഇവരിൽ നിന്ന് അകന്ന് നല്ല രീതിയിൽ ഇവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നു. ഏറ്റവും പ്രധാനമായിട്ട് ഇടവൻ രാശിക്കാരെ സംബന്ധിച്ച് സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് ശരിയായ രീതിയിൽ പരിഹാരം കണ്ടെത്താൻ ഈ സമയത്ത് ഇവർക്ക് കഴിയുന്നു എന്നതാണ്. ജീവിതത്തിൽ ചില നേട്ടങ്ങൾ ഉണ്ടാകുന്നു. തൊഴിൽപരമായി ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന ആളുകൾക്ക് തൊഴിലൊക്കെ ശരിയാകുന്നു. പുതിയ ജോലി സാധ്യതകൾ തെളിഞ്ഞു കിട്ടുന്നു. ബിസിനസ്സൊക്കെ നഷ്ടത്തിലായിരുന്ന ആളുകൾക്ക് അതൊക്കെ നേരെയാക്കി എടുക്കാനുള്ള പുതിയ വഴികൾ മുന്നിലേക്ക് വരും. മാത്രവുമല്ല, പുതിയ സുഹൃത്തുക്കളെയൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. ആ സുഹൃത്തുക്കൾ വഴി നിങ്ങൾക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കുന്നു. സാമൂഹിക അന്തരീക്ഷത്തിൽ നല്ല വിലയും നിലയും ഒക്കെ ഉണ്ടാകുന്ന ഒരു അവസ്ഥ കൂടി ഇവർക്ക് ഉണ്ടാകുന്നു. മാത്രവുമല്ല, കഷ്ടപ്പാടുകളും ദുരിതങ്ങളുമൊക്കെ ഈ രാശിക്കാരിൽ നിന്ന് അകലുന്നതായാണ് കാണുന്നത്. പിന്നെ മക്കൾ വഴി മാതാപിതാക്കൾക്ക് സാമ്പത്തിക ലാഭം ലഭിക്കാനൊക്കെ അവസരങ്ങളുണ്ട്. പിന്നെ പൂർവിക സ്വത്തിലൊക്കെ പ്രശ്നങ്ങളൊക്കെ നേരിട്ടിരുന്ന ആളുകളാണെങ്കിൽ ആ പൂർവിക സ്വത്തിലെ പ്രശ്നങ്ങളൊക്കെ നീങ്ങി നിങ്ങൾക്ക് അനുകൂലമായ ഒരു അവസ്ഥ ഉണ്ടാകുന്നതായൊക്കെ കാണുന്നു. അപ്പോൾ ശനിയുടെ രാശി മാറ്റം ഇത്രയും രാശിക്കാർക്ക് വലിയ സൗഭാഗ്യങ്ങളും നേട്ടങ്ങളുമൊക്കെ നേടിക്കൊടുക്കുകയാണ്.